ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടെയിൽ. കൗൺസിൽ ഹാളിലേക്ക് ഇയാനും ദോയും പോകുന്ന സമയം കിങ്ങിന് ഒറ്റയ്ക്ക് വരാൻ പേടിയായത് കാരണം ഇയാനോടും അവന്റെ കൂടെ വരാൻ പറഞ്ഞുകൊണ്ട് ദോയുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നിരുന്നു. ആ കാര്യമൊക്കെ ദോ പറയുമ്പോൾ അവളോട് കിങ്ങിന്റെ അടുത്തേക്ക് പോകാൻ ഇയാനാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഇയാൻ കൗൺസിൽ ഹാളിലേക്ക് പോയപ്പോൾ ദോ അവിടെ ഇല്ലാതായത്. ബ്ലാസ്റ്റിന്റെ സൗണ്ട് ഒക്കെ കേട്ട ക്യൂൻ മദർ അവരുടെ കോട്ട് ലേഡിയോട് എന്താ കാര്യമെന്നൊക്കെ അന്വേഷിക്കാൻ പറയും. ദോയെ അവിടെ കണ്ട് നീ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇയാൻ കൗൺസിൽ ഹാളിന്റെ ഉള്ളിലാണെന്ന് ദോ പറയുന്നത് കേട്ട് ഹീജു ആകെ ഷോക്കാകും. മറിച്ചൊന്നും ചിന്തിക്കാതെ അവൾ ഇയാനെ രക്ഷിക്കാൻ വേണ്ടി പോകും. ഹ്യൊങ്ങും ദോയും കൂടി അവളെ തടയാനായിട്ട് അവളുടെ പുറകെ പോകുമ്പോൾ അവർക്ക് മുന്നിലായി അവിടുത്തെ ബിൽഡിംഗ് ഒക്കെ വീഴും. അവിടെ ആകെ തീയായിരിക്കും. അവിടെ ആകെ തീയായത് കാരണം ഇയാന് ശ്വാസം ഒന്നും കിട്ടില്ല. ഹീജു അവന്റെ പേരും വിളിച്ച് അവിടെയെല്ലാം അവൻ അന്വേഷിക്കും. അവസാനം അവൾ അവനെ കണ്ട് അവന്റെ അടുത്തേക്ക് പോകും. പോകുന്ന സമയം ഫയർ ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മറികടന്ന് അവൾ അവന്റെ അടുത്തെത്തും. അവന്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്ത് അവന് ജീവനുണ്ടെന്ന് മനസ്സിലാക്കി അവനെ രക്ഷിക്കാൻ വേണ്ടി അവൾ നോക്കുമ്പോൾ ഒറ്റയ്ക്കായത് കാരണം അവൾക്ക് അതിനൊന്നും സാധിക്കില്ല. ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്ക് എന്നും പറഞ്ഞ് അവൾ അവിടെ ഇരുന്ന് കരയും. കിങ് ക്യൂൻ മദറിന്റെ അടുത്തേക്ക് കരഞ്ഞു കൊണ്ടുവന്ന് പാലസിന് ഫയർ ഇൻസിഡന്റ് ഉണ്ടായി, ഇയാൻ അതിന്റെ ഉള്ളിലാണെന്നൊക്കെ പറഞ്ഞ് കരയും. അത് കേട്ട് ഞെട്ടലോടെ ഇയാൻ സേഫ് ആണോ എന്നൊക്കെ കോർട്ട് ലേഡിയോട് അവൾ ചോദിക്കും. ഇയാനൊന്നും പറ്റാതെ രക്ഷപ്പെട്ടിട്ടുണ്ടാകും. അവന്റെ അടുത്ത് തന്നെ ഹീജു ഇരിക്കുമ്പോ നീ എന്തിനാ ഫയർ ഇൻസിഡന്റ് നടക്കുന്നിടത്ത് പോയത്? ഹ്യോങ് കറക്റ്റ് സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ നിന്റെ കാര്യം എന്താകുമായിരുന്നു എന്നൊക്കെ കോർട്ട് ലേഡി അവളോട് ചോദിക്കും. എന്റെ സ്ഥാനത്ത് ഇയാനായിരുന്നെങ്കിലും ഞാൻ ചെയ്ത പോലെ എന്നെ രക്ഷിക്കാൻ വേണ്ടി വരുമായിരുന്നു എന്നൊക്കെ ഹീജു അവരോട് പറയുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ മിൻ അവിടേക്ക് ഓടിയെത്തും. പക്ഷെ അവളുടെ കയ്യിലുള്ള മുറിവൊക്കെ ആയിരിക്കും മിൻ ശ്രദ്ധിക്കുക. ഹീജുവും മിന്നും മാറി നിന്ന് സംസാരിക്കുമ്പോൾ അപകടം പറ്റിയിട്ടും അവൾ ഹോസ്പിറ്റലിൽ പോവാത്തതിന് മിൻ അവളോട് ഒച്ചത്തിൽ സംസാരിക്കും. സൗണ്ട് താത്തി പറയാനൊക്കെ ഹീജു പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് ഏത് ഹോസ്പിറ്റലാണ് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത്? വെഡിങ്ങിന്റെ സമയത്ത് ഇയാനെ കൊല്ലാനാണ് എല്ലാവരും നോക്കിയത്. ഇപ്പൊ ഈ ഫയർ ഇൻസിഡന്റും ആക്സിഡന്റ് ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ഹീജു ചോദിക്കുമ്പോൾ അഥവാ ഇത് ആക്സിഡന്റ് അല്ലെങ്കിൽ തന്നെ ഇതിൽ നീ എന്തിനാ ഇടപെടുന്നത്? അവളോട് അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടി മിൻ പറയും. അവൻ മരിക്കുന്നത് നോക്കി നിൽക്കാനാണോ നീ പറയുന്നത് എന്ന് ഹീജു ചോദിക്കുമ്പോൾ ഇയാൻ എന്ത് സംഭവിച്ചാലും അതിലൊന്നും ഇടപെടാതെ അവനെ ഉപേക്ഷിച്ച് ഹീജുവിനോട് സേഫ് ആവാൻ വേണ്ടി മിൻ പറയുന്നത് കേട്ട് ഹീജു ഷോക്കാകും. ദോ ഇവിടെ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. അവിടേക്ക് ഹ്യോങ് വന്ന് നീ ഇവിടെ ഇരിക്കായിരുന്നു, ഞാൻ എന്നെ എവിടെയൊക്കെ തിരഞ്ഞു എന്ന് പറയും. ഇയാനെ ഒറ്റയ്ക്കാക്കി പോയതിൽ അവൾ സങ്കടപ്പെട്ട് കരയുമ്പോൾ ഹ്യോങ് ഓരോന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും. ഇയാനെ രക്ഷിക്കാൻ പോയത് കൊണ്ട് ഹ്യോങ്ങിന് പരിക്ക് പറ്റിയിട്ടുണ്ടാകും. ഹീജ് പോയതിന് പിറകെ ഹ്യോങ്ങും അവിടേക്ക് പോയിട്ടുണ്ടാകും. ബോധം കെട്ടുകിടന്ന ഇയാനെ ഹ്യോങ്ങാണ് പുറത്തു കൊണ്ടുവന്നത്. ഇയാനെ രക്ഷിച്ചതിന് ദോ അവനോട് താങ്ക്സ് പറയും. ഇയാനെ മാത്രമല്ല ഹ്യോങ്ങിന് എന്തെങ്കിലും പറ്റുമോ എന്ന് കൂടി ദോ പേടിച്ചിരുന്നു. ആ കാര്യവും ദോ അവനോട് പറയും. കരഞ്ഞിരിക്കുന്ന ദോയെ ഓരോന്ന് പറഞ്ഞ് ഹ്യോങ് ചിരിപ്പിക്കും. ഹീജു ഇപ്പൊ ദോയെ വിളിപ്പിച്ച് എന്തിനാണ് ഇയാൻ കൗൺസിൽ ഹാളിലേക്ക് പോയതെന്ന് ചോദിക്കും. കൗൺസിൽ ഹാളിലേക്ക് ഇയാനോട് വരാൻ പറഞ്ഞത് മിന്നായിരിക്കും. ആ കാര്യമൊക്കെ ദോ പറയുമ്പോൾ ഇതിനൊക്കെ പുറകിൽ മിന്നാണെന്ന് അവൾക്ക് മനസ്സിലാകും. ഇയാന്റെ അടുത്തേക്ക് ഹീജു വന്ന് അവന്റെ കൂടെ അവൾ ഇരിക്കും. ഇതിനു മുമ്പ് അവൾക്ക് എന്ത് പ്രശ്നം വന്നാലും അവളുടെ കൂടെ അവൻ നിന്നതൊക്കെ ഓർത്തുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിൽ തല വെച്ച് കിടന്ന് ഈ ലോകത്ത് ഏത് സ്ഥലമാണ് നിനക്ക് സേഫ് ആയുള്ളത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയും. കൗൺസിൽ ഹാൾ നോക്കി നിൽക്കുകയാണ് മിന്നും അവന്റെ സെക്രട്ടറിയും. റോയൽ സെക്രട്ടറീസിനോട് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം എന്ന് അവന്റെ സെക്രട്ടറി പറയുമ്പോൾ ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇയാൻ എഴുന്നേൽക്കുന്നത് വരെ ഒന്നും ചെയ്യണ്ട എന്ന് മിൻ പറയും. പാലസിൽ ഫയർ ഇൻസിഡന്റ് ഉണ്ടായതിന്റെ ന്യൂസ് ഒക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ടാകും. CCTV ഒക്കെ ചെക്ക് ചെയ്യാണ് ഹീജുവും ഹ്യോങ്ങും ദോയും. 3 ദിവസം കൊണ്ട് എനിക്ക് എല്ലാ ഫുട്ടേജും കിട്ടണം, പാലസിലെ എല്ലാവരെയും എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യണം എന്നൊക്കെ ഹീജു പറയുമ്പോൾ ക്യൂൻ മദറിനോട് ഇതിനെ കുറിച്ച് ഞാൻ പറയാം എന്ന് ഹ്യോങ് പറഞ്ഞത് കേട്ട് അതിന്റെ ആവശ്യമില്ല, അവരോട് ഞാൻ ഡയറക്റ്റ് ചോദിച്ചോളാം എന്ന് ഹീജു പറയും. ഹീജു ക്യൂൻ മദറിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇയാനിപ്പോ എങ്ങനെയുണ്ട്, സേഫ് ആണോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ അവൻ രക്ഷപ്പെടും എന്നാണ് നിങ്ങൾക്ക് പേടി? ഇയാൻ അധികാരം കൈക്കലാക്കുന്നതിന് തൊട്ടു മുന്നാണ് ഈ അപകടം നടന്നത്. ഇയാൻ കിങ് ആവുന്നതിൽ എതിർപ്പുള്ള ഏക വ്യക്തി നിങ്ങളാണ്. അതുകൊണ്ട് ഈ അപകടത്തിൽ നിങ്ങൾ ഞാൻ സംശയിക്കണ്ട എന്നുണ്ടെങ്കിൽ പാലസിൽ അന്ന് ജോലിക്ക് നിന്ന എല്ലാവരെയും പരിശോധിക്കാനായിട്ട് എനിക്ക് പെർമിഷൻ നൽകണമെന്ന് ഹീജു അവരോട് പറയും. ഇൻവെസ്റ്റിഗേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് ഹ്യോങ്ങിനോട് അവൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ അത് പബ്ലിക് ആക്കില്ല. പോയിസണിങ്ങിന്റെ കേസ് ഇപ്പോഴും ഉള്ളത് കൊണ്ട് ഈ കേസ് പബ്ലിക് ആക്കണ്ട എന്നാണ് മിൻ പറഞ്ഞത്. മിന്നിപ്പോ ഇയാന്റെ കൂടെയാണെന്ന് ഹ്യോങ് പറഞ്ഞത് കേട്ട് മിൻ ഇയാൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ചുകൊണ്ട് ഹീജ അവിടേക്ക് ഓടിയെത്തും. ഇയാൻ ഇതുവരെ എഴുന്നേൽക്കാത്തത് കൊണ്ട് എന്തായി എന്നറിയാനായിരിക്കും മിൻ അവിടേക്ക് വന്നത്. ഇപ്പൊ അവൻ കോമ സ്റ്റേജിലാണ്, പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കും എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാകും. അവൻ എപ്പോഴാണ് എഴുന്നേൽക്കുക എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം എന്ന് മിൻ അവളെ നോക്കി പറയും. അവള് മിന്നിനെ യാത്രയാക്കാൻ വേണ്ടി അവന്റെ കൂടെ പോകുമ്പോൾ മിന്നിന്റെ കയ്യിൽ അവന്റെ ചെയിൻ കാണാത്തത് കൊണ്ട് നീ ഇപ്പൊ ചർച്ചിൽ പോകലില്ലേ എന്നൊക്കെ ഹീജു ചോദിക്കും. അവന്റെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിലും
സംശയത്തോടു കൂടിയാണ് ഹീജു അവനെ നോക്കുന്നത്. തേജുവും ദോയങ്ങും കൂടി റെസ്റ്റോറന്റിൽ ഡിന്നർ കഴിക്കാൻ വന്നതായിരിക്കും. ഹീജുവിനെ അവൻ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്യില്ല. അവരുടെ തൊട്ടടുത്തുള്ള ടേബിളിൽ ഇരിക്കുന്നവർ പാലസിലെ ഇൻസിഡന്റിനെ കുറിച്ച് റൂമേഴ്സ് പറയുന്നത് ഇവർ ശ്രദ്ധിച്ചു കേൾക്കും. ഫയർ ഇൻസിഡന്റിൽ ഇയാൻ മരിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും അവരിതിനെ കുറിച്ച് ന്യൂസ് ഒന്നും പുറത്തുവിടാത്തത് എന്ന് അവര് പറയുന്നത് കേട്ട് തേജുവും ജോയോങ്ങും പേടിച്ചുകൊണ്ട് ഹീജുവിനെ വീണ്ടും വിളിക്കും. ഹീജു ആണെങ്കിൽ ഇയാന്റെ കൂടെ തന്നെ ആയിരിക്കും. മിന്നിന്റെ അടുത്ത് വന്ന് അവന്റെ സെക്രട്ടറി ഇയാൻ മരിച്ചു എന്നാണ് റൂമേഴ്സ് വരുന്നത്. ഗ്രാൻഡ് പ്രിൻസസിനും അപകടം പറ്റിയിട്ടുണ്ട് എന്ന് റൂമേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനു വേണ്ടി ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടി റോയൽ സെക്രട്ടറീസ് പറഞ്ഞിട്ടുണ്ടാകും. അവിടുന്ന് മിൻ നേരെ വരുന്നത് ക്യൂൻമദറിനെ കാണാനായിരിക്കും. ഇയാൻ ഇതുവരെ എഴുന്നേൽക്കാത്തത് കൊണ്ട് റീജൻസി സ്ഥാനം ക്യൂൻമദർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ട് ഇയാൻ ഉടനെ തന്നെ എഴുന്നേൽക്കും എന്ന് അവൾ പറയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് ഇവിടേക്ക് വന്നത്. ഇയാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നീട് റീജൻസി സ്ഥാനം ആർക്കും കിട്ടില്ല. അതുകൊണ്ട് ഇയാൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ അവന്റെ റീജൻസി ക്യൂൻമദറിനോട് എടുക്കാൻ വേണ്ടി മിൻ പറയും. ഇവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇയാൻ എത്തിയിട്ടുണ്ട് എന്ന് കോട്ട്ലേഡി അനൗൺസ് ചെയ്യും. ഇയാൻ കോമയിൽ നിന്നൊക്കെ എഴുന്നേറ്റ് ഇപ്പൊ അവിടേക്ക് വരും. ഇയാനെ കണ്ട് അവർ രണ്ടുപേരും ഞെട്ടും. അവൻ ഓക്കെ ആയതിന് ആശ്വാസമായിരിക്കും ക്യൂൻമദറിന്. അവളെ ടെൻഷൻ അടിപ്പിച്ചതിന് സോറി ചോദിച്ചുകൊണ്ട് നിന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കിയോ എന്ന് എന്തോ അർത്ഥം വെച്ചുകൊണ്ട് മിന്നിനോട് അവൻ പറയും. ഇൻസിഡന്റ് സമയത്ത് കൗൺസിൽ ഹാളിലേക്ക് വന്ന ആളുകളുടെ ലിസ്റ്റ് നോക്കുകയാണ് ഹ്യുങ്ങും ഹീജുവും കൂടി. അവിടേക്ക് ദോ വന്ന് ഇയാൻ എഴുന്നേറ്റ കാര്യം പറയും. ഹീജു അവനെ കാണാൻ വേണ്ടി ഓടി പോകുന്ന വഴി ഇയാൻ അവളുടെ കൈ പിടിച്ച് അവളെ ചേർത്ത് പിടിക്കും. അവനെ ഓക്കെ ആയി കണ്ട് അവൾക്ക് സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ച് വരും. നീ എന്തിനാ എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നത് എന്ന് ഇയാൻ ചോദിക്കുമ്പോ നിനക്ക് അപകടം പറ്റി നിൽക്കുമ്പോ ഞാൻ എങ്ങനെ ഉള്ളോട്ട് വരാതെ പുറത്തു നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഹീജു ഉറക്കെ കരയും. അവൾ കരയുന്നത് കണ്ട് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളോട് സോറിയൊക്കെ ഇയാൻ ചോദിക്കും. ഇയാൻ എഴുന്നേറ്റതിനു ശേഷം മിന്നും അവനും കൂടി സംസാരിച്ചിരുന്നു. ഞാനിപ്പോ ഓക്കെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്റെ ഡ്യൂട്ടീസ് ഒക്കെ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തോളാം എന്ന് ഇയാൻ പറഞ്ഞത് കേട്ട് നീ ഫുൾ റിക്കവർ ആയിട്ട് മതി എന്ന് മിൻ പറയും. ഞാൻ മരിച്ചുപോയി എന്ന് പബ്ലിക്കിന്റെ ഇടയിൽ റൂമേഴ്സ് നടക്കുന്നുണ്ട്. ആ റൂമേഴ്സ് അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഇയാൻ മിന്നിനോട് പറയും. ഇതൊക്കെ ഓർത്ത് സ്ട്രെസ്ഡ് ആയിരിക്കുന്ന മിൻ അവന്റെ ഫോൺ എടുത്ത് ഇംപിയോങ്ങിനെ വിളിച്ച് ഇയാൻ എഴുന്നേറ്റത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള സമയമായി എന്ന് പറഞ്ഞ് അവൻ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് ദേഷ്യത്തിൽ ആ ഗ്ലാസ് ഒക്കെ അവിടെ വലിച്ചെറിയും. ഹീജുവും ഇയാനും കൂടി കിടക്കുമ്പോൾ നീ ശരിക്കും ഓക്കെ ആണോ എന്നൊക്കെ ഹീജു അവനോട് ചോദിക്കും. നിനക്ക് ബോധം വന്ന പാടെ നീ എന്തിനാ ക്യൂൻമദറിനെ കാണാൻ പോയത് എന്ന് അവൾ ചോദിക്കുമ്പോൾ ഇയാൻ അറിയാമായിരുന്നു പ്രൈം മിനിസ്റ്റർ റീജൻസി സ്ഥാനം ക്യൂൻമദറിനോട് ഏറ്റെടുക്കാൻ പറയുമെന്ന്. ഇയാൻ ജീവനോടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മിന്നിനെ കാണാൻ വേണ്ടിയാണ് ഇയാൻ അപ്പൊ അവിടേക്ക് പോയത്. നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, നീ എത്രത്തോളം മിന്നിനെ വിശ്വസിക്കുന്നുണ്ട് എന്ന് അവൾ ചോദിക്കുമ്പോൾ ഇടയ്ക്ക് എനിക്ക് അവനെ ഇരിക്കാനൊക്കെ തോന്നും. ഞാൻ ക്രൗണിന് വേണ്ടി ജോലി ചെയ്യുന്നു, അവൻ ക്യാബിനറ്റിന് വേണ്ടി ജോലി ചെയ്യുന്നു, ഈ കാര്യം എനിക്കറിയാം. അവൾ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചോദിച്ചത് കൊണ്ട് ഇപ്പൊ നീ എന്താ ഇങ്ങനെ ചോദിച്ചത്? നീയല്ലേ പറഞ്ഞത് അവനെ വിശ്വസിക്കാൻ പറ്റും എന്നൊക്കെ ഇയാൻ ചിരിച്ചുകൊണ്ട് ചോദിക്കും. പാലസിൽ ഫയർ ഇൻസിഡന്റ് ഉണ്ടായതിന്റെ പേരിൽ ഒരാളെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൻ ഇപ്പൊ കിങ്ങിനെ കാണാൻ വേണ്ടി വരും. ഇയാനെ കണ്ടപാടെ ആ കുട്ടി അവന്റെ അടുത്ത് ഓടി ചെല്ലും. അവന്റെ അച്ഛനെ പറ്റിയതുപോലെ ഇയാനും എന്തെങ്കിലും പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു പോയെന്ന് പറഞ്ഞ് കിങ് കരയും. അത് കണ്ട് ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഇയാൻ അവനെ ആശ്വസിപ്പിക്കും. ഇംപിയോങ് ഇപ്പോ ക്യൂൻമദറിനെ കാണാൻ വന്നതാണ്. ഇയാനും ഹീജുവും വീണ്ടും അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ നോക്കുന്നത് കണ്ട് അത് തടയാനൊക്കെ ക്യൂൻമദറിനോട് അവൻ പറയും. ഗ്യാസ് എക്സ്പ്ലോഷൻ കാരണം ഇയാൻ ഇപ്പൊ മരണത്തിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ എന്ന് ഇംപിയോങ് പറഞ്ഞത് കേട്ട് ഗ്യാസ് എക്സ്പ്ലോഷൻ കാരണമാണ് ഫയർ ഇൻസിഡന്റ് ഉണ്ടായത് എന്ന് നിങ്ങൾക്ക് എങ്ങനെയാ അറിയാം? പബ്ലിക്കിന്റെ അടുത്തുനിന്ന് മറച്ചു വെച്ച കാര്യമാണ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ. അതൊക്കെ നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞത് എന്ന് ക്യൂൻമദർ ചോദിക്കും. അവിടുന്ന് തന്റെ റൂമിലെത്തിയ ക്യൂൻമദർ കരഞ്ഞുകൊണ്ട് അവരുടെ ജ്വല്ലറീസ് ഒക്കെ ഊരും. അവിടേക്ക് കോട്ട്ലേഡി അവരുടെ സ്പൈ ആയ സ്റ്റാഫിനെ കൊണ്ടുവരും. എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല, സോറി, പക്ഷേ ഞാൻ നിന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാം എന്ന് ക്യൂൻമദർ അവളോട് പറയും. ഇയാനെ കാണാൻ വേണ്ടി ക്യൂൻമദർ അവിടേക്ക് വരും. ടേബിളിൽ ഒരു ഫയൽ വെച്ച് അവള് മുട്ടുകുത്തിയിരിക്കും. അത് കണ്ട് അവളോട് എഴുന്നേൽക്കാനൊക്കെ ഇയാൻ പറയുമ്പോ ഇയാനെ കൊല്ലാൻ നോക്കിയത് അവളുടെ അച്ഛനാണ്. വെഡിങ് ഡേ നടന്ന പോയിസൺ ഇൻസിഡന്റിന്റെ റിപ്പോർട്ടാണത്. അവന്റെ റെസിഡൻസിൽ ആ സ്റ്റാഫിനെ വെച്ചത് അവളാണ്. ഇപ്പൊ നടന്ന ഫയർ ഇൻസിഡന്റ് എന്റെ അച്ഛൻ ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതിനെല്ലാം കൂടി അവളെയും അവളുടെ അച്ഛനെയും പണിഷ് ചെയ്യാൻ വേണ്ടി ഇയാനോട് അവൾ ആവശ്യപ്പെടും. ഞാൻ നിങ്ങൾക്ക് പണിഷ്മെന്റ് തരില്ല എന്ന് വിചാരിച്ചാണ് ഇപ്പൊ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അഥവാ ഞാൻ പണിഷ്മെന്റ് തന്നാലും നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇയാൻ ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ എന്ത് തന്നെയാണെങ്കിലും അവൾ സ്വീകരിക്കുമെന്ന് പറയും. പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യായിരിക്കും. ഹണ്ടിങ് സീസൺ ആയതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഹണ്ടിങ് സീസൺ ഞാൻ അനൗൺസ് ചെയ്യാം. ഇയാൻ ഇപ്രാവശ്യം റിക്കവർ ആയിട്ടില്ലല്ലോ, ക്യൂൻമദറിനാണെങ്കിൽ ഇതിനോട് ഇൻട്രസ്റ്റും ഇല്ല എന്നവൻ പറഞ്ഞു നിൽക്കുമ്പോൾ അവിടേക്ക് ഹീജു ഗണ്ണുമായി വന്ന് ഇയാന് പറ്റില്ലെങ്കിൽ അതിനു പകരം ഞാൻ അനൗൺസ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കും. ഇപ്പൊ ഞാൻ കിങ് ആകും എന്ന് പേടിച്ചിട്ടാണോ എന്റെ അടുത്ത് ഇതൊക്കെ വന്ന് പറഞ്ഞത് എന്ന് ഇയാൻ ചോദിക്കുമ്പോ പേടിച്ചിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്,
എനിക്ക് ക്രൗൺ പ്രൊട്ടക്ട് ചെയ്യുക എന്ന ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് എന്റെ അച്ഛൻ കാരണമോ എന്റെ ഗ്രീഡ് കാരണമോ ക്രൗണിന് ഇനി ഒരു അപകടം വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കിങ്ങിനെ മാത്രം വെറുതെ വിടണം എന്ന് അവൾ പറയും. എല്ലാവരുടെയും മുന്നിലും നീ ഒരു ശപിക്കപ്പെട്ടവളായി മാറും. ആ പണിഷ്മെന്റ് നിനക്ക് ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അതൊക്കെ അവൾ സമ്മതിക്കും. ഹീജുവും ഹ്യോങ്ങും തിരിച്ചു വരുമ്പോൾ അവരോട് ഇയാന്റെ പ്രൈവറ്റ് റെസിഡൻസിലേക്ക് വരാൻ വേണ്ടി പറയും. അവിടെ എത്തുമ്പോൾ ഇയാൻ ഡ്രിങ്ക്സ് അടിച്ചിരിക്കുകയാണെന്ന് ദോ അവളോട് പറയും. ഹീജു അവന്റെ അടുത്തൊക്കെ പോയിരിക്കുമ്പോ ഇന്ന് എന്റെ അടുത്ത് ക്യൂൻമന്ദർ വന്നിരുന്നു. വെഡ്ഡിംഗ് ഡേ നടന്ന ഇൻസിഡന്റിന് പുറകിൽ ഇംപിയോങ് ആണെന്ന് അവൾ പറഞ്ഞു. കിങ്ങിനെ ഒന്നും ചെയ്യരുതെന്ന് അവൾ ബെഗ് ചെയ്ത് ചോദിക്കുന്നത് കണ്ട് എന്താ ചെയ്യണത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ സങ്കടത്തോടെ കൂടി ഇയാൻ പറയും. ഇപ്പൊ കിങ് അവന്റെ അധികാരം ഇയാന് കൊടുക്കാൻ വേണ്ടി ഓർഡറിലൊക്കെ സീൽ ചെയ്യും. ഇപ്രാവശ്യം ക്യൂർമദറും അവന്റെ കൂടെ ഹാപ്പിയായി അതിന് സപ്പോർട്ടായിട്ടുണ്ടാകും. ഇപ്പൊ മിന്നിനെ ഇയാൻ വിളിപ്പിച്ച് പോയിസൺ ഇൻസിഡന്റിന്റെ കേസ് ഇതുവരെ എന്താ കൺക്ലൂഡ് ചെയ്യാത്തതെന്ന് ചോദിക്കും. പെട്ടെന്ന് തന്നെ കൺക്ലൂഡ് ചെയ്യും. അത് ചെയ്തത് ഇംപിയോങ് ആണെന്ന് മിന്ന അവന്റെ അടുത്ത് പറയും. കഴിഞ്ഞ ദിവസം ക്യൂർമദർ എല്ലാ കാര്യവും ഇയാന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ മിന്നിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയും അവൾ പറഞ്ഞിരുന്നു. പോയിസൺ കേസിന് പിന്നില് അവളുടെ അച്ഛനാണെന്ന് ആദ്യം പറഞ്ഞത് മിന്നാണെന്ന് പറയുമ്പോ ഇയാൻ അത് വിശ്വസിക്കില്ല. മിന്ന അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അവൻ പറയും. മിന്നിന് അവന്റേതായ കാരണമുണ്ടാകും എന്ന് ക്യൂൻമദർ പറയുന്നത് കേട്ട് കഴിഞ്ഞ ദിവസം ഹീജുവും മിന്നിന് നിനക്ക് എത്രത്തോളം വിശ്വാസമാണ് എന്ന് ചോദിച്ചതും എല്ലാം ഓർത്ത് മിന്നും ഇതിന് പുറകിലുണ്ടെന്ന് ഇയാന് മനസ്സിലാകും. താൻ ഇത്രയ്ക്കും വിശ്വസിക്കുന്ന മിൻ അവനെ ചതിക്കുകയായിരുന്നു എന്നറിഞ്ഞപ്പോ ഇയാന് സത്യത്തിൽ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത്ര കാലമായിട്ടും ഇതിലെന്താ ആക്ഷൻ എടുക്കാത്തത് എന്ന് ഇയാൻ ചോദിക്കുമ്പോ ഇംപിയോങ് ക്യൂൻമദറിന്റെ അച്ഛനാണ്, കിങ്ങിന്റെ ഗ്രാൻഡ് ഫാദറുമാണ് എന്നൊക്കെ മിൻ പറയും. പക്ഷെ എന്തിരുന്നാലും ഇംപിയോങ് എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ എന്ന് ഞാൻ പറയുമ്പോ മിന്നി ഇയാനോട് ഷൗട്ട് ചെയ്തുകൊണ്ട് ഇംപിയോങ്ങിനെ അറസ്റ്റ് ചെയ്താൽ ക്രൗൺ ഒക്കെ തകരാറിലാകും എന്ന് പറയുന്നത് കേട്ട് ക്രൗൺ എന്തായാലും അവസാനിക്കാൻ പോവുകയാണ്. ഞാൻ കിങ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഈ സിസ്റ്റം എല്ലാം മാറ്റും. അതുകൊണ്ട് ഇംപിയോങ്ങിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുമ്പോ നിനക്ക് വേണ്ടതെല്ലാം നീ നേടുകയാണല്ലേ, ഇപ്പൊ നീ ഫ്രീഡവും നേടുകയാണല്ലേ എന്ന് മിൻ പറയും. അവിടുന്ന് പുറത്തേക്ക് പോകുന്ന മിൻ ഹീജു വരുന്നത് കണ്ടെങ്കിലും അവളെ മൈൻഡ് ചെയ്യാണ്ട് പോകും. ഹീജു ഇയാന്റെ അടുത്തേക്ക് വരുമ്പോ ഇംപിയോങ്ങിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും എന്ന് ഞാൻ അവളോട് പറയും. എനിക്കിപ്പോ എല്ലാ കാര്യവും അറിയാം, ഞാൻ അവനെ വെറുതെ വിടില്ല എന്ന് ഞാൻ പറയും. ഇംപിയോങ്ങിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് എല്ലാവരും അവിടേക്ക് ചെല്ലും. ഇയാന്റെ റെസിഡൻസിലെ സ്റ്റാഫിനെയും ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ന്യൂസൊക്കെ ടിവിയിൽ ക്യൂർമദർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് കിങ് വരും. അവൾ കിങ്ങിനോട് പറയും, എന്ത് നടന്നാലും നീ സ്ട്രോങ് ആയി നിൽക്കണം, നിനക്ക് എപ്പോഴെങ്കിലും പേടി തോന്നുകയാണെങ്കിൽ നീ നിന്റെ അങ്കിളിന്റെ അടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരയും. ഇയാൻ ഇംപിയോങ്ങിനെ കാണാൻ വേണ്ടി ജയിലിൽ വരും. ഇതൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അവനല്ല ഇതൊക്കെ ചെയ്തത് എന്ന് ഇംപിയോങ് പറയുമ്പോ എന്നോട് ഈ കാര്യമൊക്കെ പറഞ്ഞത് ക്യൂൻമദർ തന്നെയാണ്, നീ ഇനി മുതൽ എങ്ങനെ നിൽക്കുന്നോ അതിനനുസരിച്ചിരിക്കും ക്യൂൻമദറിന്റെ ലൈഫ് എന്നും പറഞ്ഞ് ഇയാൻ അവിടുന്ന് പോകും. പ്രൈം മിനിസ്റ്റർ മീറ്റിംഗ് ഒക്കെ വിളിച്ചു വരുത്തി ഇയാന്റെ പ്ലാനിങ് ഇപ്പത്തെ ക്രൗൺ സിസ്റ്റം ഒക്കെ അവസാനിപ്പിക്കാനാണെന്നൊക്കെ അവിടുത്തെ ആളുകളോട് പറയും. അവിടുന്ന് അവൻ പുറത്തു വരുമ്പോ ഹീജു അവനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. ഇയാന്റെ ഡ്രിങ്ക്സിൽ പോയിസൺ ആഡ് ചെയ്തത് ഇംപിയോങ് ആണെന്നുള്ള കാര്യം മിന്ന ആദ്യമേ അറിഞ്ഞിട്ടും ഒന്നും മിണ്ടാത്തതിനെ കുറിച്ചൊക്കെ ഹീജു അവനോട് ചോദിക്കും. ഇയാൻ കിങ് ആയാൽ അവിടുത്തെ മൊണാർക്കി അവസാനിപ്പിക്കാനുള്ള പ്ലാൻ നിനക്കും അറിയില്ലേ എന്ന് തിരിച്ച് മിന്നും ചോദിക്കും. കിങ് ആണെന്ന് വെച്ച് ഇയാൻ എല്ലാം തീരുമാനിക്കാൻ പറ്റില്ല, ഈ കാര്യങ്ങളൊക്കെ രാജ്യമാണ് തീരുമാനിക്കേണ്ടത് എന്ന് മിൻ പറയുമ്പോ അങ്ങനെയാണെങ്കിൽ അവസാനം നമ്മൾ ശത്രുക്കളായിട്ട് പിരിയേണ്ടി വരും എന്ന് ഹീജു അവനെ നോക്കി പറയും. ഇപ്പൊ ഇയാൻ കിങ് ആവുന്നതിന്റെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. ഇയാൻ അങ്ങനെ കിങ്ങിന്റെ ചെയറിലിരിക്കും. ഇയാൻ കിങ് ആയത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബാക്കി എന്താണെന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.